ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാം കേട്ടോ. ട്രിപ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു യാത്ര. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിക്കാട്ടോ പോകുന്നത്. കൊച്ചിയിൽ അവിടെ പോയിട്ട് നമുക്ക് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത് നമുക്ക് ഗോപ്രോയുടെ ബാറ്ററി വാങ്ങിക്കണം. കാരണം ഗോപ്രോയുടെ ബാറ്ററി ഏറെക്കുറെ തീർന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ നല്ല രീതിക്ക് സ്റ്റക്കാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ഫുള്ള് ബ്ലാക്കായിട്ട് ഒന്നും റെക്കോർഡാകത്തില്ല. അതായത് സൗണ്ട് മാത്രം റെക്കോർഡാകും, വേറൊന്നും റെക്കോർഡാകത്തില്ല. അപ്പോൾ നമുക്ക് 2 ബാറ്ററി വാങ്ങിക്കണം. പിന്നെ ചേട്ടനും ഉണ്ട് കേട്ടോ, ചിരാതുണ്ട്, ചേട്ടനാണ്. പിന്നെ വണ്ടിയുടെ 2-3 സാധനവും വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇന്ന് കൊച്ചിക്ക് പോകുന്നത്. നമ്മുടെ ചെറുക്കനുമായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പം വരുന്ന വഴിക്ക് നമ്മളിത് ഇവിടെ ഒന്ന് നിർത്തി. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും. ഇത് നമ്മുടെ കല്ലാറുകുട്ടി പാലമാണ്. ഇത് നോക്കിയേ, ഇവിടുത്തെ ഒരു വ്യൂ നോക്കിയത്. ആ ഒരു ഭാഗം നല്ല രസമുണ്ട് കേട്ടോ, മഞ്ഞ് കയറി കിടക്കുന്നത് കാണാൻ. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം ഇതുപോലെ ആയിരുന്നു. പിന്നെ എപ്പോഴും സ്ഥിരം വരുന്ന വഴി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തത്. ഓക്കെ, ഇന്നലത്തെ മഴയുടെ ഒരു സൈഡ് എഫക്റ്റാണിത്. ഇത് കണ്ട, മൊത്തം വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതൊരു JCB പോകുന്നു. കൊള്ളാം, പവർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടിമാലി വഴി തന്നെയാണ് പോകുന്നത്. കാരണം വേറെ റോഡെല്ലാം മോശമാണ്. നമ്മുടെ ഒരു ഇലക്ട്രിക് വണ്ടി വരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അടിമാലി എത്താറായി കേട്ടോ. അത് അങ്ങോട്ട് നോക്കി, അത് നോക്കി, മൊത്തം മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു വ്യൂ കാണാനായിട്ട് ഒരു രക്ഷയില്ല. മൊത്തം മഞ്ഞായിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ കാണുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നേരിട്ടുണ്ടല്ലോ, ഇത് നോക്കി, ഇതുണ്ടോ ഗൈസ്. അവിടെ ഒരു പാറയുണ്ട് കേട്ടോ, ഒരു അടിപൊളി ഒരു പാറ. അപ്പോൾ അവിടെ നമുക്കൊരു ദിവസം പോവാം. നടന്നു പോകണമെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയാൻ പാടില്ല. പക്ഷെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ടല്ലോ, വേറെ ലെവല് സ്ഥലമാണ്. കാരണം അത് എന്താ പറയുന്നത്, ഫുള്ള് ഒരു പാറടങ്ങ് അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ അത്. ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പാറയുടെ അറ്റത്തേക്ക് ഇങ്ങനെ നടന്ന് പോകുന്നത്. അതെ, ആ പോത്തിന് നോക്കി. ഒരു 1.5 സാധനം കേട്ടോ അത്. അപ്പം നമ്മൾ അടിമാലി എത്താറായി. അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ അടിമാലിക്കാണ് പോകുന്നത്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെ ആകുമെന്ന് അറിയാൻ പാടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നനയും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിത് മഴ കാരണം ഇവിടെ കയറി നിൽക്കുക കേട്ടോ. അടിമാലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. വേണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കടത്തന്നെ ഇതെന്തുവാന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ ഇവിടെ കയറി നിൽക്കുക കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമ്മൾ ഇപ്പം കൊച്ചി എത്താറായി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരങ്ങളൊക്കെ ഉള്ളൂ. ദൂരങ്ങളല്ല, കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് മറ്റേ ജാക്കറ്റിൻ്റെ ലൈനറൊക്കെ ഊരി കിട്ടു. കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. 31 കിലോമീറ്റർ കൊച്ചിക്ക്. മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് എന്തോ വളക്കവോ അങ്ങനെങ്ങാണ്ട് പറയുന്ന ഏതോ സ്ഥലമാണ് കേട്ടോ ഇത്. കറക്റ്റ് അറിയാൻ പാടില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചൂടായി. 126 കിലോമീറ്റർ ആയി കേട്ടോ ടോട്ടല്. സമയം 10 മണിയായിട്ടുണ്ട്. ഒരു 11 ആകുമ്പോൾ അവിടെ ചെല്ലുമായിരിക്കും. അതെ. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നു കേട്ടോ. അതെ, വണ്ടി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. വണ്ടി അങ്ങോട്ട് ഭയങ്കര ട്രാഫിക്. ഇതുണ്ട്, ഫുള്ള് ട്രാഫിക്കാണ്. അതെ, അതാണ് കേട്ടോ ലുലു മാൾ. കാണാല്ലേ? അതുപോലെ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു വഴി നോക്കട്ടെ. നമ്മളിത് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്കലേറ്ററിനൊക്കെ കൂടെ കയറി പോവാണ്. ശരി, നോക്കട്ടെ. ഇനി കടയെല്ലാം കണ്ടുപിടിക്കണം. കടയൊക്കെ എവിടെയാണെന്ന് ആർക്കറിയാം. നമ്മളത് ലുലു മാളിൽ നിന്ന് ഇറങ്ങി കേട്ടോ.
അപ്പോഴേക്ക് അവിടെ നമ്മുടെ ഹീറോ 8-ൻ്റെ ബാറ്ററി ഇല്ല. അപ്പോഴേക്കും നമ്മൾ റിലയൻസ് ഡിജിറ്റലിൽ പോയി നോക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അവിടെ പോയി നോക്കാം കേട്ടോ. നല്ല ട്രാഫിക്കുണ്ട്. എന്തായാലും ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി ഇവിടെ ഒരു കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് മെട്രോയുടെ ഒരിതാട്ടോ. നല്ല രീതിക്ക് ട്രാഫിക്കുണ്ട്, നല്ല ചൂടുമുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി വ്ളോഗ് ചെയ്യാത്തത്. കാരണം ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കൂടെ ഇച്ചിരി പാടാണ്. ഇനി 3 കിലോമീറ്ററും കൂടെ ഉള്ളു കേട്ടോ അങ്ങോട്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഇനി. ഓക്കെ, അപ്പം നമുക്കത് നമ്മുടെ ഇതിൻ്റെ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനിയിപ്പോൾ ഷോറൂമിലും കൂടെ ഒന്ന് പോകണം. വണ്ടിയുടെ 2 സാധനം വാങ്ങിക്കാറുണ്ട്. അതുകൂടാതെ നമ്മുടെ RCക്കും 2 സാധനം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 2 ഷോറൂം അടുത്തടുത്താണ്. ഇവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടും കൂടെ പോകാം കേട്ടോ. ഇതുവരെ ആയിട്ടൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ എവിടെയും കയറി കഴിക്കണം. കാരണം എല്ലാ പരിപാടിയും തീർത്തിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു സീനും ഇല്ല. ശാന്തിയോടെയും സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാം. ആകെ ഒരു പേടി ഉണ്ടായിരുന്നു, ബാറ്ററി കിട്ടുമോ ഇല്ലയോ എന്നാണ്. കാരണം ലുലു മാളിലില്ലായിരുന്നു. നമ്മളത് കഴിഞ്ഞ് റിലയൻസിൽ പോയി, അവിടെ ഇല്ലായിരുന്നു. അതായത് ഒബ്രോഡ് മോളിൽ തന്നെയാണ് റിലയൻസ് ഡിജിറ്റൽ എന്ന് പറയുന്നത്. അവിടെ പോയി, അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴേക്കും സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വരിക. സാധനം ഇരിപ്പുണ്ട് കേട്ടോ. അതായത് ഹീറോ 8-ൻ്റെ ഇതിപ്പം കിട്ടാൻ ഭയങ്കര ഷോർട്ടേജാണ്, ഓൺലൈനിലൊന്നും ഇല്ല. അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ബാറ്ററി ഹീറോ 8-ൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സിൽ വന്നാൽ മതി. പ്രൊമോഷനൊന്നുമില്ല, സാധനമുള്ള കട ഞാനൊന്ന് പറഞ്ഞു തന്നാ കേട്ടോ. ഞാനത് ചേച്ചി ഒരു കില്ലാടി തന്നെ. ചേച്ചി എൻ്റെ മോനെ, ചേച്ചി ഒരു സംഭവമാട്ടോ. ചേച്ചി എന്നെ വീട്ടിലാട്ടോ. ഞാൻ ഓർത്തെ എന്നെ സംഭവം ആരത്, ഒരൊറ്റ പോക്ക്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ നമുക്കെന്നാ നേരെ ഷോറൂമിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ RCക്കുള്ള സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. RTRൻ്റെ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നേരെ എവിടെയെങ്കിലും പോയി കഴിക്കണം. ഇതൊക്കെ വെക്കട്ടെ. അപ്പം നമ്മളിത് ഈ ഒരു കടയിൽ കയറി കഴിച്ചു കേട്ടോ. ഇപ്പോഴാട്ടോ രാവിലെ ഇറങ്ങിയിട്ട് കഴിക്കുന്നത്. ഇനിയിപ്പം നേരെ തിരിച്ച് വീട്ടിലോട്ട്. വേറെ പരിപാടിയൊന്നുമില്ല. കാരണം ഈ ഒരു വഴി, ഈ ഒരു സ്ഥലത്ത് ഭയങ്കര ചൂട് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല, മാതിരി ചൂട്. പിന്നെ ഈ സാധനമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇത് ഞാൻ എപ്പോഴും എവിടെ പോയാലും പറയുന്നതാണല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ എവിടെയാണ്, നേര്യമംഗലം ചെന്നിട്ട് കാണാം. കാരണം ഇനിയിപ്പോൾ മൊത്തം ട്രാഫിക് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമലക്കണ്ടം വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് നിങ്ങൾ അറിയായിരിക്കും. അതായത് എറണാകുളം ജില്ലയുടെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ ഇത്. അതായത് കാടിനകത്തൂടെ ഉള്ള ഒരു അടിപൊളി ഒരു വഴിയാണ്. ഈ ഒരു വഴി ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇരുമ്പ് പാലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്താട്ടോ ഈ ഒരു വഴി ചെന്ന് കയറുന്നത്. നിങ്ങൾ ഈ ഒരു വഴി പോയിട്ടില്ലെങ്കിൽ പോകണം. ഞാൻ ഇതിൽ പോയേക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പൊളി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, വേറെ ഒരു ലെവൽ സ്ഥലമാട്ടോ. അതായത് ഇതിൽ നിങ്ങൾ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വഴി ഇടുക്കിക്ക് കയറുക. അതായത് മൂന്നാറൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ സംഭവം സെറ്റ് വഴിയാണ് കേട്ടോ. സെറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, വേറെ ലെവൽ വഴിയാണ്. ഞങ്ങൾ അന്ന് പോയപ്പോൾ അടിപൊളി മഴയത്താണ് കേട്ടോ പോയത്. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് അവിടത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് വ്യൂ ഒക്കെ നോക്കി നൈസാണ്. ഈ ഒരു ഇതിലെ പോയേക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് സെറ്റ്. അതെ, അവിടെ കുരങ്ങന്മാരിരിക്കുന്നു കേട്ടോടാ. എനിക്ക് ഇവിടെ ചെറിയൊരു ആറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടാ, രസമുണ്ട് കാണാൻ.
അങ്ങ് ആ ഒരു മേഘം കണ്ടോ, അത് നല്ല രസമുണ്ട് കേട്ടോ. ഒരുമാതിരി മറ്റേ ഭൂകമ്പമൊക്കെ ഉണ്ടായിട്ട് കാണുന്ന പോലെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പതുക്കെ. നമ്മളിതേ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി വേണ്ട, അങ്ങനെ ഉണ്ട്. അടിപൊളി വ്യൂ അല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വൈബ് എൻ്റെ മോനെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വഴി വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വഴിയുടെ ആ ഒരു സെറ്റപ്പ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അമ്മാതിരി സ്ഥലമാണ്, അമ്മാതിരി സ്ഥലം. എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടുകാരുടെയൊക്കെ ഒരു ഭാഗ്യം. അയ്യേ, രാവിലെ എണീക്കുക, വ്യൂ കാണുക, ഇത് തന്നെ. അതിലോട്ട് ഒരു പേടിയില്ല. എൻ്റെ വഴിയൊക്കെ ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നൈസാണ് കേട്ടോ. വേണ്ട, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സെറ്റ്, ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ വിളിക്കുവാണ്, ഇത്ര നേരം മീൻ പിടിക്കുമായിരുന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് കുറച്ച് ലുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. കൊള്ളാം കേട്ടോ ഈ ഒരു വഴി. ഇതൊക്കെ കുറച്ച് നാളായതേ ഉള്ളെന്ന് തോന്നുന്നു കെട്ടിയിട്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. എന്തായാലും നമുക്കിനി ഇപ്പം അങ്ങോട്ട് പോകാം കേട്ടോ. ഇതാ കേട്ടോ നമ്മൾ വാങ്ങിച്ച ബാറ്ററി. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണിക്കൽ നടക്കില്ല, അതുകൊണ്ടാണ് ഇപ്പം കാണിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണവും കൂടെ ഉണ്ട്. വില വരുന്നത് 1700 കേട്ടോ, 1700. അതായത് വി ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അവിടെയാണ് വാങ്ങിച്ചത് നമ്മൾ. അപ്പോൾ കൊള്ളാം. അപ്പം നിങ്ങൾ ഏതോ ഒരാൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചായിരുന്നു നമ്മുടെ കുട്ടമ്പുഴ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഒന്ന് കാണിച്ചു പോകുന്ന, അവിടെ ഒന്ന് പോകുമെന്ന്. അതായത് നമ്മളിപ്പം കുറച്ച് മുമ്പ് നിർത്തിയ ആ ഒരു വെള്ളം ഒഴുകുന്ന ആ ഒരു സ്ഥലമില്ലേ, അപ്പോൾ അതാണ് കുട്ടമ്പുഴ. അതായത് കുട്ടമ്പുഴ എന്നാണ് ആ ഒരു സ്ഥലത്തിന് പറയുന്നത്. നമ്മളത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അവിടെ ചെറിയൊരു സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടമ്പുഴയെന്ന്. നമ്മളത് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മാമലകണ്ടം റൂട്ട് കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫോറസ്റ്റ് ഏരിയ തുടങ്ങുമായിരിക്കും. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാൻ പാടില്ല. അതായത് ഈ ഒരു സ്ഥലം നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ അവിടെ നിർത്തി അതേ സ്പോട്ടാട്ടോ. സംഭവം അടിപൊളിയാണ്. ഇവിടെ നിന്നപ്പോഴാണ് അന്ന് മഴ പെയ്തത്. അയ്യോ, 1.5 മഴയായിട്ട് നമ്മുടെ ചെറുക്കനെ ഓടിയിരിക്കുന്നു. ഇതുണ്ടോ, ഞാനൊരു വീഡിയോ എടുക്കുന്നു കേട്ടോ. സംഭവം അടിപൊളിയാട്ടോ ഈ ഒരു സ്പോട്ട്. ഉണ്ടോ ചെറുക്കനെ ഇരിക്കുന്നുണ്ടോ. നമ്മളിത് മാമലകണ്ടം കാട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമലകണ്ടം. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് അന്ന് ഞാൻ പോയത് വെച്ച് ഓർമ്മയുണ്ടായിരിക്കും. അന്ന് വന്നപ്പോൾ മൊത്തം മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് വന്നപ്പോൾ രാത്രിയായിപ്പോയി. സമയം 6 മണി കഴിഞ്ഞു, 6:15 കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നൈസാണ് കേട്ടോ. അത് നോക്കിക്കേ, കാടൊക്കെ ഫുള്ള് ഇരുണ്ട് മൂടി. അയ്യോ എടാ, വഴിയൊക്കെ ശോകമാണ്. എന്നാലും കുഴപ്പമില്ല, എൻ്റർടൈൻമെൻറ്റ് വഴിയാണ്, എൻ്റർടൈൻമെൻറ്റ്. യാ മോനെ, പൊളിയാട്ടോ, പൊളി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ആനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അവനെ പറയുന്നതല്ല കേട്ടോ, ആനയുണ്ട്, വെറുതെ പറയുന്നതൊന്നുമല്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലമൊക്കെ നോക്കി. ഓ, സെറ്റപ്പാട്ടോ, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. പക്ഷെ മൊത്തം ഇരുട്ടായി ഫുള്ള്. നമ്മുടെ കറക്റ്റ് ആ കാടിൻ്റെ ആ ഒരു ഫീല്, കാരണം മൊത്തം ഇരുണ്ട് കിടക്കുന്നതുകൊണ്ടേ നല്ല രീതിക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് അടിപൊളിയാണ് മോനെ. ക്യാമറയ്ക്കകത്ത് അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. രാത്രി ആയപ്പോൾ നല്ല തിളങ്ങി നിൽക്കുന്നല്ലോ. ഇതെന്താ ഇത്? അയ്യോ. അപ്പോൾ ഈ ഒരു സ്ഥലം നോക്കിക്കേ, ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലമല്ലേ. ഇവിടെ വലിയൊരു മരമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒന്നൊന്നുമല്ല, 5-6 കിടപ്പുണ്ട്. പിന്നല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു കയറ്റമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്യാമറയെ മനസ്സിലാകത്തില്ല, പക്ഷെ നല്ല രീതിക്കുള്ളൊരു കയറ്റമാണ്. അയ്യോ, സ്ഥലം സെറ്റപ്പാട്ടോ. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. രാത്രി ആയാൽ പോലുമേ
വേറെ ലെവൽ വൈബ് എൻ്റെ മോനെ. റോഡ് മൊത്തം തകർന്ന് കിടക്കുക. ഈ ഒരു സൈഡ് നോക്കി, ഒരു സൈഡ് അടിപൊളിയല്ലേ? ആ എൻ്റെ മോനെ, നിങ്ങളിതൊക്കെ കണ്ട് ആസ്വദിക്കൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ മഴ സമയം തന്നെയാണ് കേട്ടോ അടിപൊളി. എന്നൊക്കെ പറഞ്ഞാലും മഴയില്ലാത്തപ്പം വന്നിട്ടൊരു അതിൻ്റെ അത്ര ഫീല് കിട്ടത്തില്ല നമുക്ക്. പക്ഷെ മഴയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. കാരണം മഴ സമയത്ത് മോനെ വേറെ വൈബാണ്. അത് ശരിക്കും ഈ വഴി മഴയത്ത് വന്നിട്ടുള്ളവർക്ക്, മഴയത്തും മഴയില്ലാത്തപ്പോഴും വന്നിട്ടുള്ളവർക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. കാരണം വേറെ ലെവലാണ് കേട്ടോ ഇത്. ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തം ഒരു എന്താ പറയുന്നത്, മൊത്തം മൂടിയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ, പ്രത്യേക വൈബ്. ഈ ഒരു വീടൊക്കെ നോക്കി ഫുള്ള് അവിടെ ആൾ താമസം ഇല്ലാത്തയാ, എന്നാലും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വീട് കാണാനായിട്ട്. പിന്നെ പൊന്നേ അപ്പം നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ആനയൊക്കെ വരുന്ന സ്ഥലം കേട്ടോ മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഇല്ല ഗൈസ്, പ്രത്യേകിച്ചൊന്നും കാണത്തില്ല കേട്ടോ. അതെ, ഇവിടെ അത്യാവശ്യം കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല, കാരണം ഒന്നും കാണാതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എവിടെ അടിമാലി വല്ലതും ചെന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ മൊത്തം ഇരുട്ടായി. ആകെ നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നത് ഈ ഒരു ടാങ്കും ചെറുതായിട്ട് കാണാം, ആ ഒരു വെട്ടവും കാണാം ഡിസ്പ്ലേയുടെ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ആകാശമൊക്കെ ചെറുതായിട്ട് കാണത്തുള്ളൂ. എന്തായാലും നമ്മൾ ഏറെക്കുറെ എത്താറായി ഗൈസ്. ഇനിയിപ്പം വേറെ ഒത്തിരി ദൂരമൊന്നുമില്ല, ഇരുമ്പ് പാലം എടുക്കാറായി കേട്ടോ. അപ്പോൾ അവിടുന്ന് പിന്നെ സ്ട്രെയിറ്റ് അടിമാലി, അവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്ക്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, നമ്മളിത് അടിമാലി എത്തി കേട്ടോ. മഴ ചാറുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ, കാരണം മഴയാണ്, ക്യാമറയൊന്നും വെക്കുന്നില്ല. അപ്പോൾ നേരെ ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് വീട്ടിൽ വന്നു കേട്ടോ. സമയമെന്ന് പറയുന്നത് 9:22 നമ്മൾ വീട്ടിൽ വന്നിട്ടൊരു 1.25 മണിക്കൂറായി. മൊത്തം മഴയാണ്, മൊത്തം മഴ നനഞ്ഞാണ് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിത് കാണാൻ പറ്റും, കാരണം മിന്നി കളിക്കുന്ന അത് കാര്യമാക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.